എവരിവൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോഴും എടുത്തതൊന്നല്ല കേട്ടോ, കുറച്ച് മുമ്പ് നമ്മൾ നാഷണൽ ഡേ ടൈമിലൊക്കെ എടുത്തതാണ്. ഒരു ബാർബിക്യൂ ട്രിപ്പ് ഫാമിലി ആയിട്ട് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ കൊച്ചു കൊച്ചു മൊമെൻറ്റ്സ് ഒക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ബാർബിക്യൂന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെടുത്ത കുറച്ച് ഗ്രിൽസ് റെസിപ്പിയാണത്. അപ്പോൾ അതിന് മാരിനേഷൻ എല്ലാം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ 3 ടൈപ്പിലാണ് ബാർബിക്യൂനുള്ള മാരിനേഷനൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനതൊരു 2 hours ഫ്രീസറിലൊന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടാവും. കാരണം ഞങ്ങൾ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി ഹത്തയിലേക്കാണ് പോകുന്നത്. അത് ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എടുക്കാനൊക്കെ ആണെങ്കിൽ ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ എടുത്താലും മതി. ഞങ്ങളിപ്പോൾ ഇതാ ലഞ്ചൊക്കെ കഴിച്ച ശേഷമാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു 3:30 ഒക്കെ ആയിട്ടുണ്ടാവും ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ്. 2 എൽഡർ സിസ്റ്റേഴ്സാണ് ഹസ്ബൻഡിനുള്ളത്. രണ്ടാമത്തെ സിസ്റ്ററും ഫാമിലി ഞങ്ങളോടൊപ്പം തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എൽഡർ സിസ്റ്റർ ഞങ്ങൾ ഓൺ ദ വേ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ അവിടെ നിന്ന് മീറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് അങ്ങനെ ഫോളോ ചെയ്ത് പോവുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ ഹത്തയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ഡേ ടൈമിലാണ് നമ്മൾ പോയതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് സൈഡിലൊക്കെ ഒരുപാട് നാഷണൽ ഫ്ലാഗ്സ് ഒക്കെ വെച്ചിട്ടുള്ളത് കാണാം. നമ്മളിതാ ഇപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഹത്തയിലെ ഹിൽ പാർക്കിലേക്കാണ് വന്നിട്ടുള്ളത്.
നമ്മളിപ്പോൾ മെയിൻ എൻട്രൻസിലൂടെ അല്ലാട്ട് പാർക്കിലേക്ക് കയറിയിട്ടുള്ളത്. നമ്മൾ ബാർബിക്കിന് വേണ്ടി വന്നതുകൊണ്ട് തന്നെ ബാർബിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഓരോ ഡെസിഗ്നേറ്റഡ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെ മാത്രം നമുക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എൻട്രൻസിലൂടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ ഇതാ വന്നപ്പോൾ തന്നെ കളികളൊക്കെ തുടങ്ങി. ഇവിടെ പാർക്കിൽ പിന്നെ വർക്കൗട്ടൊക്കെ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അതിലാണ് കൂടുതലും കയറി കളിക്കുന്നത്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇവിടെ ബാർബിക്കിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞിരുന്നു. അപ്പോൾ ചാർക്കുകളൊക്കെ ഒന്ന് കത്തിച്ച് സെറ്റാക്കുകയാണ്. ഇവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഫ് കബാബിനുള്ള പ്രാക്ടീസ് കൂടെ സിസ്റ്ററുടെ ആ സമയം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഓരോന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാർബിക്കിന് വേണ്ടിയിട്ട് ചിക്കനും റൈസും ഒക്കെ ആയിട്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. ഡേയ്സൊക്കെ റെഡി ആവുന്ന ടൈമിൽ തന്നെ നമ്മൾ കുട്ടികൾക്കും കഴിക്കാനൊക്കെ കൊടുത്തു തുടങ്ങി. പിന്നെ അവർ കഴിച്ചു വരുമ്പോൾ എന്തായാലും അത്യാവശ്യം ടൈം ആവുന്നതുകൊണ്ട് തന്നെ അതെല്ലാം പെട്ടെന്ന് തീർക്കാമെന്ന് കരുതി പിന്നെ ഞങ്ങളും അങ്ങനെ കഴിച്ചു. പിന്നെ കഴിച്ച ശേഷം ഞങ്ങൾ ഇവിടെ ഒക്കെ ഒന്ന് നടന്ന് കാണാൻ. ഇരുട്ടായതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും കാണാനൊന്നും പറ്റില്ല. കുറച്ച് വെളിച്ചത്തിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പാർക്കിൻ്റെ ഭംഗിയൊക്കെ ശരിക്കും അറിയാമായിരുന്നു. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ മുകൾ ഭാഗത്തു നിന്നുള്ള വ്യൂ ഒക്കെ ഒന്ന് കാണാൻ എന്ന് കരുതി പോവുകയാണ്. ഇവിടെ മുകളിൽ വന്നപ്പോഴാണ് ഇവിടെ ഇരുന്ന് ബാർബിക്യൂ ചെയ്യാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഇവിടെ നിന്ന് നല്ല വ്യൂ ഒക്കെ കണ്ടിട്ട് ബാർബിക്യൂ ഒക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ കയറി വന്നപ്പോഴാണ് ഞങ്ങളത് കണ്ടത്. പിന്നെ ഏറ്റവും മുകളിൽ എന്തോ ഡോം പോലെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർക്കിൻ്റെ ഏറ്റവും ടോപ്പാണത്. അവിടെ നിന്ന് നല്ല വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ടൈമൊക്കെ ആയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു. കാരണം ഓൾറെഡി മിഡ് നൈറ്റൊക്കെ ആവാറായിരുന്നു. നല്ല തണുപ്പ് കൂടി വരികയായിരുന്നു. ഇതാണപ്പോൾ പാർക്കിൽ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ. അങ്ങനെ കുറച്ചധികം നേരം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ എല്ലാവരും പിന്നെ അങ്ങനെ പോവുകയാണ് ചെയ്തത്. ഇത്രയൊക്കെയാണ് ഞങ്ങൾ ബാർബിക്യൂ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ എവ്രിവൺ. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.